രാവിലത്തെ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കണത്. ഇന്നിപ്പോൾ നമ്മൾ ദോശയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അതിലേക്ക് കറിയായിട്ട് ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ രാത്രി വെള്ളത്തിട്ട് വെച്ചിരുന്നു. രാവിലെ അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടു. എന്നിട്ട് ഒരു 2 പച്ചമുളക് അങ്ങനെ കട്ട് ചെയ്തിട്ടു. പിന്നെ ഒരു ചെറിയ സവോളേൻ്റെ ചെറിയൊരു ഭാഗം കേട്ടോ, കുറച്ച്. പിന്നെ ഒരു തക്കാളീൻ്റെ പകുതി. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. ഇതൊരു സിമ്മിലിട്ടിട്ട് 3-4 വിസിലടുപ്പിക്കും. 2 വിസിലടിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഇത് വെന്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ നല്ലപോലെ ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് 3-4 വിസിലടുപ്പിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ഇത് കൂണാണ് കേട്ടോ, മഷ്റൂം. നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റാണ് ഇന്ന്. 2 ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഒന്നുണ്ടാക്കി ഇന്നിപ്പോൾ രാവിലെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മഷ്റൂം പിന്നെ പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ കാണിക്കൂല. അപ്പോൾ മഷ്റൂം അങ്ങനെ എടുത്തിട്ട് കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചു. നമ്മുടെ നാടൻ മഷ്റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിനൊക്കെ ഒരുപാട് സമയം ഇട്ട് വയ്ക്കും. ഇത് പിന്നെ അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചു. ആ സമയം കൊണ്ട് ഇപ്പുറത്ത് നമ്മളെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അരി ഇടാനുള്ള വെള്ളം. അത് തിളച്ചപ്പോൾ അരി നമ്മൾ ചൂടുവെള്ളത്തിലൊന്നും കഴുകിയിട്ടിട്ടാണ് പിന്നെ ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ഞാനത് വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന്, ഇതിന് നമ്മൾ സ്കിന്നൊന്നും കളയാനൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണൊക്കെ നമ്മൾ അതിൻ്റെ സ്കിന്നൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരുപാട് സമയം അങ്ങനെ ഇട്ട് വയ്ക്കുമല്ലോ. ഇതങ്ങനെയൊന്നും ചെയ്യണില്ല. ജസ്റ്റ് നന്നായിട്ട് 2-3 പ്രാവശ്യം നല്ല വെള്ളം ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് കഴുകിയെടുക്കും കേട്ടോ. ഞാൻ 2 ബോക്സാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു ബോക്സിൽ ഇതിനേക്കാളും കൂണുണ്ടായിരുന്നേ. 2ാമത്തെ ബോക്സിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വാങ്ങിക്കണതാകുമ്പോൾ എപ്പോഴും അധികമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നന്നായിട്ട് കൂണി കഴുകിയതിന് ശേഷമാണ് അരിയണത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവോളേൻ്റെ പകുതിയും 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. സവോളയൊന്നും ചേർക്കണമെന്നില്ല, ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതൊക്കെ കൂട്ടണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കൂണ് നമുക്ക് ഏത് രീതിയിലും വെക്കാം. ഞാനിവിടെ വെക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണിക്കണത് കേട്ടോ. ഞാൻ കൂണൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാണ്ട് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇത് അരിഞ്ഞു വരുമ്പോൾ അത്യാവശ്യം കുറച്ചൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ വെന്ത് കഴിയുമ്പോൾ കുറച്ച് കുറവായിട്ടും തോന്നും കേട്ടോ. എന്തായാലും അടിപൊളിയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. എന്താ പറയുക, ഒരു പ്ലേറ്റ് ചോറിനാൻ കുറച്ച് കൂൺ മതി കേട്ടോ. അത്രത്തോളം നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ കൂണിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ. പിന്നെ ഞാനിത് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഓഫീസ് കഴിഞ്ഞ് അങ്ങനെ പോരുമ്പോൾ അധികം അവിടെ ജാം ജോമിൽ കയറുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു ഇത് എടുക്കലുണ്ട് കേട്ടോ. അതിന് ഒരു ബോക്സിന് 55 രൂപയാണ് വരുന്നത്. പിന്നെ ചിപ്പിക്കൂനുണ്ട്. ചിപ്പിക്കൂണിന് എനിക്ക് തോന്നുന്നു വില കൂടുതലാണെന്ന് കുറേ ശ്രദ്ധിച്ചിട്ടില്ല. അതൊരു പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുള്ളത്. എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. ഇതാണ് ഒന്നും കൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസാണ് അവിടെ വിസിലടിച്ചുകൊണ്ടിരിക്കണം കുക്കറിൽ. ഇപ്പുറത്ത് ഞാൻ നമ്മുടെ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് പെരിഞ്ചീരകം പൊട്ടിച്ചിട്ടോ. ഇത് ഞാൻ നമ്മളെ എന്താ പറയുക, ഗ്രീൻ പീസ് കറി വറവിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ പാനിൽ നിങ്ങൾ വിചാരിക്കേണ്ട സൈഡിൽ എന്തോ റെഡ് കാണുന്നത്, ഈ ഒരു മസാലപ്പൊടി മൂപ്പിച്ച അതേ പാനിൽ തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചു. എന്നിട്ടിലേക്ക് വലിയ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. 2 വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചു. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് ചേർക്കണത് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് ഓൾറെഡി, എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. പകരം നമ്മൾ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടല്ലോ. പിന്നെ മക്കൾക്ക് അധികം എരിവ് വേണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഗ്രീൻ പീസ് കറിയിലൊക്കെ എനിക്ക് തോന്നുന്നു അധികം കുരുമുളക് പൊടി, പെപ്പർ ഉണ്ടെങ്കിൽ അത് എല്ലാവരും ഇടണേ കണ്ടിട്ടുണ്ട്. നമുക്കതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. വേവിച്ച് വെച്ച നമ്മുടെ ഗ്രീൻ പീസ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനിയിപ്പോൾ ഒരുപാട് ആളുകളുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കറിയൊന്നും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ട് ഒഴിക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും ചേർക്കണം. ഞങ്ങൾക്ക് ഈ ഒരു കറി ഓൾറെഡി സെറ്റാണ്. അപ്പോൾ കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി അതേ പാനിൻ്റെ ഉൾവശം ഞാൻ ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് ഇനി ഇതിൽ നമ്മൾ കൂണൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതാ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതിനെല്ലാം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കണ, വെളിച്ചെണ്ണയല്ല. അതിലേക്ക് നമ്മൾ സവോളയും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഇത്രയും മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മുടെ മഷ്റൂമും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം, ഒരു തുള്ളി വെള്ളം കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അരിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്കും 3 അത്യാവശ്യം കഴിക്കാൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നാടൻ കൂനൊക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കൂനാണെങ്കിൽ നമ്മളത് വേവിച്ചതിന് ശേഷം അതിൻ്റെ മീതെ കൂടെ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കും. അതേ രൂപത്തിൽ ഞാൻ ഈ ഒരു കൂൺ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ സമയത്ത് വാങ്ങുമ്പോഴും ഓരോരോ രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നുണ്ട്.
പക്ഷേ പിന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും കൂണ് എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ എപ്പോഴും അധികം മസാല ചേർക്കൂല, എന്നാലും കുറച്ച് മസാലപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ. ഓവർ മസാല കൂണിൽ ചേർക്കലില്ല. ഇതാ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കും. ഞാൻ ഇത്ര ഇങ്ങനെ പറയണത് എന്താണെന്നറിയോ, ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കാൻ വേണ്ടി എടുത്തതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി 1-2 പേരിനോട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ട് ഈ ഉണ്ടാക്കണത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിക്കും, അതേപോലെയൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. സാധാരണ ഞാൻ ഇങ്ങനെ ലെങ്ത്ത് കൂടിയ വീഡിയോസൊക്കെ നമ്മൾ ഇങ്ങനെ അല്ല എടുക്കുന്നത്, ഇപ്പോൾ ഷോർട്ടിന് എടുക്കണ പോലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഒന്നും അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചതിനേക്കാൾ കൂടുതൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റി വരുന്നേ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കിനി അതവിടെ ഇരുന്ന് അങ്ങോട്ട് വറ്റട്ടെ. ബാക്കി നമുക്കിനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്, നല്ലൊരു ഫ്ലേവറും ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്. ഇതെന്താണെന്ന് അറിയാം, കളത്തിൽ അരിയൊന്നും അല്ലട്ടോ ഗൈസ്. ഞാൻ എന്ന് ദോശയ്ക്ക് മാവ് ഇങ്ങനെ അരച്ച് വെച്ചാലും രാവിലെ നോക്കുമ്പോൾ അതെല്ലാം അങ്ങനെ മാവ് പൊങ്ങി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്താ ചെയ്തറിയോ, വലിയൊരു കാലത്തിൽ തന്നെ ദോശമാവിനുള്ളതാണ്ട് കൂട്ടി വെച്ചു. ഇനി നിറഞ്ഞു പോകണ ഇത് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. രാവിലെ വന്ന് നോക്കുമ്പോൾ എന്നും പോയിട്ടുണ്ടാവും. അപ്പോൾ അതിന് പിന്നെ തുടച്ച് വൃത്തിയാക്കണ ഒരു പണിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ എടുക്കുന്ന പാത്രമാണ്. ഇതിലുള്ള വെള്ളമെല്ലാം ജഗ്ഗിലേക്ക് ഒഴിച്ച് വെച്ചിരുന്നു. എന്നിട്ട് അതിലാണ് മാവ് കൂട്ടി വെച്ചത്. പിന്നെ ഇത്രയും മാവ് ഇവിടെ എപ്പോഴും ഞങ്ങൾ നമ്മൾ പച്ചരി ഉഴുന്നും വെള്ളത്തിലിടുമ്പോൾ 2-3 ദിവസത്തേക്കുള്ള ഞാൻ കൂട്ടി വയ്ക്കും. ഇപ്രാവശ്യം കുറച്ച് അധികം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. പിന്നെ ഇനി പിറ്റേ ദിവസം ചിലപ്പോൾ ദോശ തന്നെ ഉണ്ടാക്കുമല്ലോ, ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അതോ നമ്മുടെ കൂൺ ഇവിടെ സെറ്റായിട്ടുണ്ട്. കൂണിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു തുടങ്ങി, നല്ല വറ്റി വന്നിട്ടുണ്ട്. ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ട് കൂണൊന്നും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എങ്ങനെയുണ്ടെന്ന് പറയാൻ കേട്ടോ. ഇവിടെ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ്. ദോശ ചെറുതായി ഉണ്ടാക്കിയപ്പോൾ മോളർ വലിയതാക്കി ഉണ്ടാക്കാൻ. ക്രിസ്പി ദോശ ഭയങ്കര ഇഷ്ടമാണ്, സൈഡൊക്കെ മുരുമുരാന്നുള്ളത്. പിന്നെ ദോശ ഉണ്ടാക്കിയ കഴിഞ്ഞ് പിന്നെ കിച്ചുമോൾക്കുള്ള ചോറ് പാത്രത്തിലാക്കിയത് 2 ഐറ്റംസ് എന്താ അറിയോ, തലേ ദിവസം ഉണ്ടാക്കിയ കൂണൊന്ന് ചൂടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.